Good morning, students. In the last class, we have discussed the structure of ear, and today we are going to discuss the role of tongue to detect taste, how the skin help in receiving various senses, and the role of nose in feeling smell. Okay, let us begin our class. Let us look how tongue helps us to detect taste. There are chemoreceptors seen inside the mouth and tongue to detect taste. Taste receiving chemoreceptors are. When we studied the structure of eye, we learned that photoreceptors are there to receive light. In the case of ear, there are auditory receptors to receive sound. Like tongue has chemoreceptors to detect taste. These chemoreceptors are seen mainly on the surface of tongue. The projected structures seen on the surface of tongue are called papillae. Chemoreceptors tonguiലാണ് കാണപ്പെടുന്നത്. ടങ്ങിൻ്റെ സർഫസിൽ കാണുന്ന പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് ആണ് പാപ്പില എന്ന് പറയുന്നത്. The part seen on the papilla that help to detect taste are the taste buds. അപ്പോൾ ടങ്ങിൻ്റെ സർഫസിലുള്ള പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് പാപ്പിലെ contain taste buds. These taste buds contain chemoreceptors. These chemoreceptors can detect taste like sweet, sour, salt, bitter and umami. Umami is a Japanese term which means happiness. ഒരു ജപ്പാൻ ടേമാണ് അതിൻ്റെ മീനിങ് ഹാപ്പിനെസ് എന്നാണ്. അതായത് ഈ ഉമാമി എന്ന് പറയുന്ന ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ മിൽക്ക്, മീറ്റ്, സീ ഫുഡ്, മഷ്റൂം തുടങ്ങിയ ഫുഡ് ഐറ്റംസിൽ ചില ഫാക്ടേഴ്സ് ഉണ്ട്. There are certain factors in food items like milk, meat, seafood and mushroom to provide the taste of umami. ഇനി ഈ 5 ടേസ്റ്റ് കൂടാതെ ആറാമതൊരു തരം ടേസ്റ്റ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് എ ടേസ്റ്റ് ഓഫ് ലിപ്പിഡ്. ദാറ്റ് ഈസ് ഒലിയോഗസ്റ്റസ്. ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്ന ആറാമത് ഒരു ടേസ്റ്റ് കൂടെ ഉണ്ട്. Then let us look how we experience taste. The taste bud has chemoreceptors that help to detect different taste. പല ടേസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ കീമോറെസെപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ. നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ രുചിക്ക് ആധാരമായ സബ്സ്റ്റൻസസ് സലൈവയിൽ ഡിസോൾവ് ചെയ്യും. ദ ഫുഡ് സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ. ദറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ദ ഫുഡ് പാർട്ടിക്കിൾസ് dissolve in saliva. It stimulate chemoreceptors. അപ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾ സലൈവയിൽ ഡിസോൾവ് ചെയ്യും. അത് കീമോറെസെപ്റ്റേഴ്സിലെത്തുകയും കീമോറെസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ദീസ് ഇമ്പൾസസ് ആർ ക്യാരിഡ് ബൈ ദ നെർവ് ടു ബ്രെയിൻ ആൻഡ് വി എക്സ്പീരിയൻസ് ടേസ്റ്റ്. അപ്പം ഹൗ ഡു വി എക്സ്പീരിയൻസ് ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് ഈ 5 പോയിൻറ്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഫുഡ് പാർട്ടിക്കിൾ ഡിസോൾവ് ഇൻ സലൈവ, കീമോറെസെപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്, ജനറേറ്റ് ഇമ്പൾസ്, നെർവ് ക്യാരീസ് ഇമ്പൾസ് ടു ബ്രെയിൻ ആൻഡ് എക്സ്പീരിയൻസ് ടേസ്റ്റ്. സെൻസ് ഓഫ് ടേസ്റ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം എഴുതേണ്ടതാണ് ഹൗ ഡു വി എക്സ്പീരിയൻസ് ടേസ്റ്റ്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടു ഡിറ്റക്ട് സ്മെൽ. വി നോ ദാറ്റ് നോസ് ഹെൽപ്പ് us to detect smell. There are olfactory receptors in the nose. Olfactory receptors ആണ് നമ്മളെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. When the aromatic particles diffuse in the air, aromatic particle meaning particles of smell diffuse in the air and they enter the nostrils. The aromatic particle dissolve in the mucus inside the nostril. നോസ്ട്രിൽസിനകത്തുള്ള ഒരു മ്യൂക്കസ് ലെയർ ഉണ്ട് നോസ്ട്രിൽസിനകത്ത്. ആ മ്യൂക്കസ് ലെയറിലേക്ക് ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യും. ഹിയർ യു ക്യാൻ സി ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഓപ്പൺ ഇൻ ടു ദ മ്യൂക്കസ് ലെയർ. മ്യൂക്കസ് ലെയറിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഫുഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്തതും ഈ മ്യൂക്കസിൽ തന്നെ ഡിസോൾവ് ചെയ്തു. ആസ് എ റിസൾട്ട് ദ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്.
These impulses are carried to the center of olfaction or center of smell in the brain. ബ്രെയിനിലെ സ്മെൽ അറിയാനുള്ള സെൻറ്ററിലേക്ക് ഓൾഫാക്ടറി നെർവ് ഇമ്പൾസിനെ എത്തിക്കും. ആസ് എ റിസൾട്ട് വി ഫീൽ സ്മെൽ. The stages in the process of detecting smell in sequential order. അതായത് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എഴുതിയാൽ എങ്ങനെയായിരിക്കും? The aromatic particles diffuse in the air and enter the nostrils. These aromatic particles dissolve in the mucus inside the nostrils. Olfactory receptors get stimulated. Impulses are generated. Impulses reach the olfactory center of the brain through olfactory nerve and smell is experienced. അങ്ങനെ 5 സ്റ്റേജസ് ആണ് അതിനുള്ളത്. ഇനി നമുക്കറിയാം, നമുക്ക് നല്ല കോൾഡ് ഉണ്ടെങ്കിൽ, നല്ല പനിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫുഡിന് വലിയ ടേസ്റ്റ് തോന്നത്തില്ല. There is a possibility of not sensing the taste of food while suffering from common cold. We know that the smell and taste are related. ആഹാരത്തിൻ്റെ മണവും ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രുചി അനുഭവപ്പെടുമെന്ന്. അപ്പം മണവും രുചിയും തമ്മിലൊരു ബന്ധമുണ്ട്. When we are suffering from cold, the mucus layer in the nostril, ഇവിടെ ഒരു തിൻ ലെയർ ആണുള്ളത് സാധാരണ കേസിൽ. കോമൺ കോൾഡ് ഉണ്ടാകുമ്പോൾ ഇവിടെ തിക്ക് ലെയർ, മ്യൂക്കസ് ഒക്കെ നമുക്കറിയാം കൂടുമെന്നറിയാം. അപ്പോൾ ഇവിടെ തിക്ക് ലെയർ ആയി കഴിയുമ്പോൾ ആരോമാറ്റിക് പാർട്ടിക്കിൾ ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് വരെ എത്തുന്നില്ല. ആസ് എ റിസൾട്ട് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർ നോട്ട് സ്റ്റിമുലേറ്റഡ്. വി കനോട്ട് ഡിറ്റക്ട് സ്മെൽ. ആ സ്മെല്ലില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് പനിയൊക്കെ ഉള്ളപ്പോൾ ആഹാരത്തിന് രുചിയില്ല എന്ന് തോന്നുന്നത്. Our next topic is receptors in the skin. Here you can see different receptors in the skin. There are different receptors for receiving different stimuli. Touch receptors, pressure receptors, temperature receptors, cold receptors and pain receptors. And these receptors are not uniformly distributed in the skin. റിസപ്റ്റേഴ്സ് സ്കിന്നിൽ എല്ലായിടത്തും ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദ നമ്പർ ഓഫ് ടച്ച് റിസപ്റ്റേഴ്സ് ഈസ് മോർ അറ്റ് ദ ഫിംഗർ ടിപ്പ്. ടച്ച് റിസപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫിംഗർ ടിപ്പിലാണ്. വി ഹാവ് സീൻ ദാറ്റ് ബ്ലൈൻഡ് പീപ്പിൾ റീഡ് ടെക്സ്റ്റ് ഇൻ ബ്രെയിലി യൂസിങ് ദെയർ ഫിംഗർ ടിപ്പ്. ബ്ലൈൻഡ് ആയിട്ടുള്ളവർ ബ്രെയിലി സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റുകൾ അവരുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് ടച്ച് ചെയ്താണ് വായിക്കുന്നത്. അതിന് കാരണം എന്താണ്? ആ ടച്ച് റിസപ്റ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഫിംഗർ ടിപ്പിലാണ്. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ടച്ച് റിസപ്റ്റേഴ്സ് അറ്റ് ദ ഫിംഗർ ടിപ്പ്. ദിസ് ഈസ് ദ റീസൺ വൈ ബ്ലൈൻഡ് പീപ്പിൾ ആർ ഏബിൾ ടു റീഡ് ബ്രെയിലി സ്ക്രിപ്റ്റ്. ബ്രെയിലി സ്ക്രിപ്റ്റ് അവർക്ക് ടച്ച് ചെയ്താണ് അവർ വായിക്കുന്നത്. അപ്പോൾ ഫിംഗർ ടിപ്പിൽ ടച്ച് റിസപ്റ്റേഴ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് അവർക്ക് ഫിംഗർ ടിപ്പ് കൊണ്ട് ടച്ച് ചെയ്ത് ഈ ബ്രെയിലി സ്ക്രിപ്റ്റിലുള്ള ടെക്സ്റ്റുകൾ വായിക്കാൻ സാധിക്കുന്നത്. A large number of touch receptors are seen at the fingertips. Our next topic, receptors in various organisms. ഇതുവരെ നമ്മൾ മനുഷ്യരിലുള്ള സെൻസ് ഓർഗൻസ് ആണ് പഠിച്ചത്. ഇനി മറ്റു ചില ഓർഗാനിസംസിലുള്ള റിസപ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ യു ക്യാൻ സി പ്ലാനേറിയ. പ്ലാനേറിയ, ദ സെൻസ് ഓർഗൻ ഈസ് or the receptor is eye spot. Eye spot is the receptor. This is the eye spot that will help to detect light. Planaria, receptor is eye spot, function to detect light. Next one, housefly. Housefly, the receptor is Ommatidia. Ommatidia is the receptor there. It is formed of thousands of small eyes. ചെറിയ ചെറിയ ഐസ് ചേർന്നാണ് ഈ ഒമാറ്റീഡിയ ഉണ്ടായിരിക്കുന്നത്. അറിയാം, ഇൻസെക്ട്സിലൊക്കെ കോമ്പൗണ്ട് ഐ എന്ന് പറയും. കോമ്പൗണ്ട് ഐ. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഒമാറ്റീഡിയ ഈസ് ഫോംഡ് ഓഫ് thousands of small eyes. The eye of an insect consists of a cluster of photoreceptors, and this cluster of photoreceptors is called Ommatidia. ഇൻസെക്ട്സിന്റെ ഐ ഒരു ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനെ പറയുന്നവരാണ് ഒമാറ്റീഡിയ. ഇപ്പോൾ ഹൗസ് ഫ്ലൈയിലെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്
ഒമാറ്റിഡിയാണ് help in vision. That is a function. Next is shark. Shark, there is a lateral line. Here you can see a lateral line. There are receptors in the lateral line on either side of body. ബോഡിയുടെ രണ്ട് സൈഡിലും lateral line ഉണ്ട്. ഇതിൽ receptors ഉണ്ട്. These receptors help to detect change in the balance of body. ബോഡി ബാലൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് ഡിറ്റക്ട് ചെയ്യാനാണ് ഈ ലാറ്ററൽ ലൈനിലുള്ള റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ആർ ഹൈലി സെൻസിറ്റീവ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഓൾസോ. നല്ല സ്മെൽ അറിയാനുള്ള റിസപ്റ്റേഴ്സും ഷാർക്കിനുണ്ട്. ലാറ്ററൽ ലൈൻ ആൻഡ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർ ദ റിസപ്റ്റേഴ്സ് ഇൻ ഷാർക്ക് ആൻഡ് ഫങ്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് the change in the balance of body and also help in smell. Olfactory receptors ഉള്ളതുകൊണ്ട് അത് സ്മെൽ റിസീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഓർഗാനിസം ഈസ് സ്നേക്ക്. സ്നേക്കിൽ ജേക്കബ്സൺസ് ഓർഗൻ അതേപോലെ ടങ് ആൻഡ് ജേക്കബ്സൺസ് ഓർഗൻ ആണ് സ്നേക്കിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ദാറ്റ് സ്നേക്ക് ഈസ് ഓൾവേസ് പുട്ടിങ് ഔട്ട് ഇറ്റ്സ് ടങ്. എപ്പോഴും ഇങ്ങനെ നാക്ക് നീട്ടിക്കൊണ്ടിരിക്കും. ഇത് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ദ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ദാറ്റ് സ്റ്റിക്ക് ഓൺ ദ ടങ് ഓഫ് ദ സ്നേക്ക് റീച്ച് ജേക്കബ്സൺസ് ഓർഗൻ സീൻ ഓൺ ദ റൂഫ് ഓഫ് ദ മൗത്ത് ക്യാവിറ്റി. അപ്പോൾ ഈ മൗത്ത് ക്യാവിറ്റിയുടെ റൂഫിലാണ് ജേക്കബ്സൺസ് ഓർഗൻ കാണുന്നത്. ഈ ജേക്കബ്സൺസ് ഓർഗനിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ടങ്ങിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ജേക്കബ്സൺസ് ഓർഗനിലെത്തുമ്പോൾ അവിടെയുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ അവർ സ്മെൽ ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ സ്നേക്കിൽ ജേക്കബ്സൺസ് ഓർഗനും ടങ്ങുമാണ് റിസപ്റ്റേഴ്സ് ആൻഡ് ടു ഹെൽപ്പ് ടു ഡിറ്റക്ട് സ്മെൽ. ഇവിടെ വേരിയസ് ഓർഗാനിസംസിലെ റിസപ്റ്റേഴ്സും അതിന്റെ ഫങ്ഷൻസും ഒന്ന് ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിസം, റിസപ്റ്റേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. പ്ലാനേറിയ ഐസ്പോഡ് ടു ഡിറ്റക്ട് ലൈറ്റ്, ഹൗസ് ഫ്ലൈ ഒമാറ്റിഡിയ വിഷൻ, snake, tongue and Jacobson's organ to detect smell, shark, lateral line, highly sensitive olfactory receptors, function to detect change in the balance of body and to detect smell. അപ്പോൾ ഇത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ റിസപ്റ്റേഴ്സ് ആൻഡ് വേരിയസ് ഓർഗാനിസംസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്കൊരു ഈ ടേബിൾ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. Now we have finished the second unit, Windows of Knowledge. Hope the lesson is clear to you. Watch the videos attentively. See you with the next video. Thank you.